ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. SP4Techന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ GT വേഴ്സസ് സൺറൈസേഴ്സ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അത് കൂടാതെ കുറച്ച് അഡീഷണൽ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കയറി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്ന 100% ആൾക്കാർ 70% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മത്സരമായ ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തമ്മിലുള്ള മത്സരം നടക്കുന്നത് മാർച്ച് 31 കൃത്യം 3:30 നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. പിച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദിലാണ്. നമ്മുടെ ഗുജറാത്തിൻ്റെ ഹോം ഗ്രൗണ്ടാണ് ഈ ഒരു പിച്ച്. അതുകൂടാതെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ബൗളേഴ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ടുള്ളൊരു പിച്ചാണ്. കൂടാതെ ബാറ്റിംഗ് ആണെങ്കിലും എസ്പെഷ്യലി ഗില്ലിനൊക്കെ അത്യാവശ്യം നല്ല റെക്കോർഡ്സുള്ളൊരു ഗ്രൗണ്ടാണിത്. ഓക്കെ, അപ്പോൾ ഫാസ്റ്റ് ബൗളേഴ്സിന് നല്ല രീതിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. സ്പിന്നേഴ്സിനെക്കാളും കൂടുതൽ അഡ്വാൻറ്റേജ് ഫാസ്റ്റ് ബൗളേഴ്സിന് തന്നെയാണ്. റീസെൻ്റ് നടന്ന മത്സരങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ടീമിൽ തീർച്ചയായിട്ടും 2 മെയിൻ ഫാസ്റ്റ് ബൗളേഴ്സിനെ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ ഗുജറാത്ത് ആണെങ്കിലും സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണെങ്കിലും ഏത് ടീമാണെങ്കിലും ഒരു ടീമിൽ 2 ഫാസ്റ്റ് ബൗളേഴ്സിനെ മെയിനായിട്ട് നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വെതർ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് 22 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ അഹമ്മദാബാദിലെ ആ ഒരു സമയത്ത് താപനില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് ഫസ്റ്റ് ഇന്നിംഗ്സ് ആവറേജ് സ്കോർ 172 റൺസാണ്. അതുകൂടാതെ 201 ഫാസ്റ്റ് ബോളേഴ്സ് ആണ് വിക്കറ്റ് എടുത്തിരിക്കുന്നത്. 201 വിക്കറ്റ്സ് ആണ് ഫാസ്റ്റ് ബോളേഴ്സ് എടുത്തിരിക്കുന്നത്. സ്പിന്നേഴ്സ് ആണെങ്കിൽ 103 വിക്കറ്റ്സും എടുത്തിട്ടുള്ള ഏറ്റവും കൂടുതൽ റെക്കോർഡ്സ് ഉള്ള ഇവിടെ ഫാസ്റ്റ് ബോളേഴ്സിനാണ്. അപ്പോൾ അതാണ് ഞാൻ എടുത്ത് പറഞ്ഞ് തീർച്ചയായിട്ടും മെയിനായിട്ട് ഫാസ്റ്റ് ബോളേഴ്സിനെ നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞത്. മെയിനായിട്ട് നമ്മുടെ ഗുജറാത്തിൽ തന്നെ ഫാസ്റ്റ് ബോളേഴ്സ് കൂടുതലും നല്ല വിക്കറ്റ്സ് എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആണ്. നമ്മുടെ GT വേഴ്സസ് SRH അവരുടെ കുറച്ച് റെക്കോർഡ്സ് നോക്കാം. നമ്മുടെ GTയുടെ ഈ ഒരു നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അവരുടെ മാത്രം റെക്കോർഡ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതുവരെ ഗുജറാത്ത് ടൈറ്റൻസ് 11 മത്സരങ്ങളാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്. അതിൽ 7 എണ്ണവും വിൻ ആയിട്ടുണ്ട്, 4 എണ്ണം മാത്രമേ തോറ്റിട്ടുള്ളൂ. അതേസമയം നമ്മുടെ GT ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത് 5 മത്സരവും സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത് 2 മത്സരമാണ് വിൻ ചെയ്തിട്ടുള്ളത്. GTയുടെ ഹയസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ 233 റൺസാണ് ഈ ഒരു പിച്ചിൽ. അതേസമയം നമ്മുടെ GTയുടെ ലോവസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ 125 റൺസുമാണ്. അതുകൂടാതെ SRHന്റെ ഈ ഒരു പിച്ചിലുള്ള റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. 2 മത്സരമാണ് SRH ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളത്. അതിലൊരെണ്ണം SRH വിൻ ചെയ്തു, ഒന്ന് തോക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ SRH ഫസ്റ്റ് ബാറ്റിംഗ് ആണ് ഒന്ന് ചെയ്തത്, അതാണ് വിന്നാവും ചെയ്തത്. ചേസിങ് ആകെ 2 മത്സരമുള്ളായിരുന്നു, തോക്കുകയായിരുന്നു. SRHന്റെ ഹയസ്റ്റ് സ്കോർ 154 ലോവസ്റ്റ് സ്കോർ 134 ഓക്കെ, ഏറ്റവും ഹയസ്റ്റ് സ്കോർ 154, ലോവസ്റ്റ് സ്കോർ 133 അപ്പോൾ ഇത്രയാണ് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ നാളത്തെ ടീം ഇടുന്ന സമയത്ത് നമ്മുടെ ഗുജറാത്തിലത്തെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരെ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗുജറാത്തിലത്തെ മെയിൻ ഫാസ്റ്റ് ബോളേഴ്സ് ആയിട്ടുള്ള 2 പേരും മസ്റ്റായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. മോഹിത് ശർമ്മയുടെയൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 2-3 അപ്ലിക്കേഷൻസ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ പറയാനുള്ളത് കുബേര ഫാൻറ്റസി എന്ന് പറഞ്ഞൊരു കിഡിലെ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഇവിടെ പുതുതായിട്ട് ഡ്യുവോ എന്ന് പറഞ്ഞൊരു ഫീച്ചറൊക്കെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവോ പ്രോ എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 2 പ്ലെയേഴ്സിനെ ഒറ്റയടിക്ക് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ഈ ഒരു ടീമിൽ നിന്ന്, അതായത് ഈ 2 സെറ്റായിട്ടുള്ള ടീമിൽ 2 ടീമും കൊളാഷ് ചെയ്തിട്ടായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ധവാനെ എടുക്കാം ഇവിടുന്ന്, അപ്പുറത്ത് ഓപ്പോസിറ്റ് നിന്ന് ബിഷ്ണോയി എടുക്കാം. ഈ ധവാനും ബിഷ്ണോയും ഇപ്പോൾ ധവാൻ കളിച്ചില്ല, പെട്ടെന്ന് ഔട്ട്. ബിഷ്ണോയ് പോയിന്റ് എടുത്താൽ ആ ഒരു പോയിന്റ് നമുക്ക് കയറും. നമ്മുടെ ഓപ്പോണൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ 2 പ്ലെയേഴ്സ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒരു പ്ലെയർ നമുക്ക് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് കൂടുതൽ കിട്ടില്ല. അതുപോലെ തന്നെ നോർമൽ ഡ്യുവോ ഉണ്ട്. 5 പ്ലെയേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവർ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്താൽ മാത്രം മതി. ഡ്രീം പോലെ ഒരുപാട് ടഫോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഓപ്പോണൻ്റ് ഇപ്പോൾ ഒരാളെ പിക്ക് ചെയ്തിട്ടുണ്ട്, KL രാഹുലാണ്. KL രാഹുലിനെക്കാളും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ്. ബാരിസ്റ്റോ ആണെങ്കിൽ ബാരിസ്റ്റോനെ നിങ്ങൾ ഇവിടെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാരിസ്റ്റോ നല്ല പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ ഈ തീർച്ചയായിട്ടും നിങ്ങൾ വിന്നാവും. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ലോജിക് വെച്ച് ഒരുപാട് ക്യാഷ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഡ്യുവോ. അതിൽ ഈ ഡ്യുവോ പ്രോ എസ്പെഷ്യലി നിങ്ങൾക്ക് ഗുഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിക് എന്ന് പറഞ്ഞ കോൺടെസ്റ്റ് ഉണ്ട്. ഡ്രീം ലെവലിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. 299 രൂപയ്ക്ക് നമ്മൾ ഡ്രീം ലെവലിന് കോൺടെസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ വന്നതിന് വെറും 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായി സാധിക്കും. ഏകദേശം ഒരു 40 രൂപയുടെ ഡിഫറൻസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ കുബേര ഫാൻറ്റസി. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ വിഷനില്ല എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ട മറ്റൊരു കിഡിലിന് ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ കിഡിലാണെന്ന് പറയാനുള്ള മെയിൻ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഡെയിലി ഒരു ഗെയിംസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിയോ,
₹49 ഒരു കോൺടെസ്റ്റ് ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് വന്ന 10 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ 5 ലക്ഷം പേരുള്ള 5 ലക്ഷം പേരിൽ ഫസ്റ്റ് ആവാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഡ്രീമിൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തന്നെ ഒരുപാട് കോമ്പറ്റീഷനും കാര്യങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് വിന്നാൻ സാധിക്കും. അതുപോലെ തന്നെ ₹29 കോൺടെസ്റ്റുകളുണ്ട്. ₹29 കോൺടെസ്റ്റ് കളിച്ച് തന്നെ ഫസ്റ്റ് വന്നതിന് 3.5 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ ഇതിൽ 70% വിന്നിങ് ഉണ്ട്. നമ്മുടെ ഡ്രീം ലെവലിൽ കൂടെ അത്ര കൊടുക്കത്തില്ല. മാക്സിമം ഡ്രീമിൽ ഞാൻ കണ്ടിട്ടുള്ള 63, 62 അതുപോലെ തന്നെ ഒരു 30 ടീം ഇടാം നിങ്ങൾക്ക്. ഒരു 1, 2 അല്ല 30 ടീം ഇടാം. 20 ടീം വരെ നമ്മുടെ ഡ്രീമിൽ ഇടാൻ പറ്റുള്ളൂ. അതാണ് ഇതിലുള്ള മെയിൻ വ്യത്യാസം അതാണ്. പിന്നെ അതുപോലെ തന്നെ ഡ്രീമിലുള്ള പോലെ തന്നെ ₹20 ആ ഒരു കോൺടെസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സൂപ്പറായിട്ട് പൈസ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ കോൺടെസ്റ്റ് ആട്ടോ. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മളെ സ്പോട്ടസി ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്താണെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യുന്ന മറ്റൊരു കിടിലൻ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഇവിടെ പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരെ പിക്ക് ചെയ്തിട്ട് മാത്രം കളിച്ചാൽ മതി. നമ്മുടെ കുബേര ഫാൻറ്റസിയിലൊക്കെ ഉള്ള പോലെ സെയിം മെത്തേഡാണ്. കൂടാതെ നമുക്ക് ഇവിടെ നോർമൽ കോൺടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. ₹1 തുടങ്ങി കോൺടെസ്റ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു കിടിലൻ ആപ്ലിക്കേഷനാണ് നമ്മുടെ ഈ സ്പോട്ടസി. അതുപോലെ തന്നെ ചോയ്സിലോ നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ ചോയ്സിലോനൊക്കെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് നല്ല കിടിലൻ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചോയ്സിലോ ഇതുവരെ ട്രൈ ചെയ്യാത്തതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ബാറ്റ് ബോളിലോ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രീമിലോ ഒന്ന് മാറ്റി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണെങ്കിൽ മാത്രം പാൻ കാർഡും കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്ത് കളിച്ച് മുന്നോട്ട് പോയാൽ മതി. അല്ലാത്ത പക്ഷേ ഞാൻ നിർബന്ധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബബ്ലി 11 ആരൊക്കെയാണ് നോക്കാം. നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിലാണെങ്കിൽ ശുഭ്മാൻ ഗിൽ, അതുപോലെ തന്നെ വൃദ്ധിമാൻ സാഹ, സായ് സുദർശൻ, ഡേവിഡ് മില്ലർ, വിജയ് ശങ്കർ, അതുപോലെ തന്നെ ഉംറാസി, അതുപോലെ നമ്മുടെ രാഹുൽ തിവേട്ടിയ, അതുപോലെ നമ്മുടെ റാഷിദ് ഖാൻ, ഉമേഷ് യാദവ്, മോഹിത് ശർമ്മ, സ്പെൻസർ ജോൺസൺ. ഇത്രയും പേരാണ് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിൽ കളിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് സായ് കിഷോർ വരാൻ ചാൻസ് ഉണ്ട്. സായ് സുദർശന് പകരം സായ് കിഷോർ വരാനുള്ള പോസിബിലിറ്റീസ് ഹൈയാണ്. സ്പിന്നറാണ് സായ് കിഷോർ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഹൈദരാബാദിൽ നോക്കിക്കഴിഞ്ഞാൽ മയങ്ക് അഗർവാൾ, ത്രാവിക് സൈഡ്, അതുപോലെ തന്നെ നമ്മുടെ അഭിഷേക് ശർമ്മ, ആദ്യം മാർക്കം, ഹെൻറിസ് കാളേസൻ, അതുപോലെ തന്നെ നമ്മുടെ അബ്ദുൽ സമദ്, ഷബാസ് അഹമ്മദ്, അതുപോലെ പാറ്റ് കുമിൻസ്, ഭുവനേശ്വർ കുമാർ, മായങ്ക് മാർക്കണ്ടെ, ജയദേവ് ഉദനകണ്ട്. ഇത്രയും പേരാണുള്ളത്. ഇതിൽ നമ്മുടെ മായങ്ക് അഗർവാളിന് പകരം മയങ്ക് അഗർവാളിന് പകരം ഉമറ മാലിക്ക് വരാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉമറ മാലിക്കൊക്കെ തീർച്ചയായിട്ടും ഒരു പിച്ചിൽ നല്ല റെക്കോർഡ്സ് ഉള്ള ഒരു പ്ലെയറാണ്. അതുകൂടാതെ വേറെ കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഫോൺ കുറച്ച് അടുത്ത് വെക്കണം, ചെറിയ നോട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗുജറാത്തും അതുപോലെ തന്നെ നമ്മുടെ SRHും തമ്മിലുള്ള കുറച്ച് ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിച്ച് പറഞ്ഞു പോവാം. ഒരു മത്സരം കളിച്ചിട്ടുണ്ട് അഗെയിൻസ്റ്റ് ആയിട്ട്, ഒരു മത്സരം വിൻ ചെയ്തത് നമ്മുടെ ഗുജറാത്ത് തന്നെയാണ്. ഹയസ്റ്റ് സ്കോർ ഗുജറാത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 199 അതേസമയം SRHൻ്റെ ആണെങ്കിൽ 195 ആയിരുന്നു. ലോവസ്റ്റ് സ്കോർ 162 SRHൻ്റെ 154 ഓക്കെ, ലോവസ്റ്റ് സ്കോറും കാര്യങ്ങളൊക്കെ. മോസ്റ്റ് റൺസ് നോക്കിക്കഴിഞ്ഞാൽ ഇവർ നന്നായി കളിക്കുന്നതിൽ വെച്ചിട്ട് മോസ്റ്റ് റൺസ് നോക്കിക്കഴിഞ്ഞാൽ ശുഭ്മാൻ ഗില്ലും, ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മുടെ അഭിഷേക് ശർമ്മയാണ്. അതുപോലെ തന്നെ ഹയസ്റ്റ് സ്കോർ നോക്കിയാൽ ശുഭ്മാൻ ഗില്ലാണ്, ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മുടെ അഭിഷേക് ശർമ്മയാണ്. അതുപോലെ തന്നെ റാഷിദ് ഖാൻ 4 സിക്സസ്, മോസ്റ്റ് സിക്സസ് നോക്കുമ്പോൾ റാഷിദ് ഖാൻ 4 സിക്സസ്, കെ വില്യംസ് 4 സിക്സസ്. അതുപോലെ തന്നെ മോസ്റ്റ് ഫോർസ് നോക്കുന്ന സമയത്ത് ശുഭ്മാൻ ഗിൽ 15 ഫോർ, അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ 13 ഫോറൊക്കെയാണ്. മോസ്റ്റ് 50s നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ശുഭ്മാൻ ഗിൽ, ഹർദിക് പാണ്ഡ്യ ഇല്ലല്ലോ ഇപ്പോൾ ടീമിൽ, വൃദ്ധിമാൻ സഹ, ഇത്രയും പേരാണ് 50 ഈച്ചസ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ മാർക്കം, അഭിഷേക് ശർമ്മ, കെ വില്യംസ്, ഹെൻറിസ് കാളേസൻ, ഇത്രയും പേരാണ് 50s അടിച്ചിട്ടുള്ളത് ഓപ്പോസിറ്റ് ടീമിൽ. അതുപോലെ തന്നെ മോസ്റ്റ് വിക്കറ്റ്സ് നോക്കി കഴിഞ്ഞാൽ മുഹമ്മദ് ഷമിയാണ് ഇപ്പോൾ കളിക്കുന്നില്ല, ഭുവനേശ്വർ കുമാർ 7 വിക്കറ്റ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മുഹമ്മദ് ഷമി, ഉമ്രാൻ മാലിക്ക് നല്ലൊരു ഫിഗർ ഉണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ. അഗെയിൻസ്റ്റ് ആയിട്ട് GTയുടെ കൂടെ നല്ലൊരു ഫിഗർ ഉണ്ട് ഉമ്രാൻ മാലിക്കിന്. സോ അദ്ദേഹത്തെ മസ്റ്റായിട്ട് നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ കീ പ്ലെയേഴ്സ് ആയുള്ള 2 പേര്, മസ്റ്റായിട്ട് കീ പ്ലെയേഴ്സ് ആയുള്ള 2 പേര് നോക്കിയാൽ ഹെൻറിസ് കാളേസൻ, അതുപോലെ തന്നെ ശുഭ്മാൻ ഗിൽ, ഇത്രയും പേരാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ കീ പ്ലെയേഴ്സ് ആയിട്ട് വേറെ ഒരു 4 പേരെ എടുക്കുകയാണെങ്കിൽ ശുഭ്മാൻ ഗിൽ, റാഷിദ് ഖാൻ, ഹെൻറിസ് കാളേസൻ, പാറ്റ് കുമിൻസ്, ഇവരെയൊക്കെ മസ്റ്റായിട്ട് നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഡ്രീം 11 ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. കുറച്ച് നെറ്റിൻ്റെ ഷോക്ക് ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമ്പയിനൊന്നുമല്ല, നമ്മളെ ലോസ് മാറ്റാനായിട്ട് നമ്മുടെ ഡ്രീമിൽ നമ്മുടെ യൂസേഴ്സിന്, നമ്മുടെ ടെലിഗ്രാം യൂസേഴ്സിനൊക്കെ വേണ്ടി ചെറിയ രീതിക്ക് ഞാൻ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മത്സരങ്ങൾക്കും ടീം ഇട്ട് കൊടുക്കുന്നുണ്ട്, അതും ഫ്രീ ആയിട്ടാണ്. ₹20 കോൺടെസ്റ്റാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. കണ്ടില്ലേ, നമ്മളിവിടെ സ്പെഷ്യലി മെൻഷൻ ചെയ്യേണ്ടത് for ₹20 കോൺടെസ്റ്റ്, ലോ ഇൻവെസ്റ്റ്മെൻറ്റ് കോൺടെസ്റ്റാണ്, less than ₹50.
ആണ് ജോയിൻ ചെയ്യേണ്ടത്. കുറച്ച് ഇപ്പോൾ ഇന്നലെ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഇനി എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് നല്ല രീതിക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടി കൂടെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാത്താണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ആ കോൺടസ്റ്റിനുള്ള ടീം ഞാൻ ഇട്ട് തരും. അതേ ടീമായിട്ട് നിങ്ങൾ ആ ഒരു കോൺടസ്റ്റ് ജോയിൻ ചെയ്യുക. കോൺടസ്റ്റ് നേരത്തെ ജോയിൻ ചെയ്ത് വെക്കുന്ന അത്രയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ആ ഒരു കോൺടസ്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പാറ്റ് കുമിൻസ് അതുപോലെ തന്നെ റാഷിദ് ഖാൻ രണ്ടുപേരെ പിക്ക് ചെയ്തിട്ടുണ്ട്, 2 ടീം. അതുപോലെ തന്നെ മോഹിത് ശർമ്മ, ഉമറാൻ മാലിക്കിൻ്റെ കാര്യം നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ മാർക്കം, ഒമറാസി, ഓക്കെ, അതുപോലെ തന്നെ ട്രാവിസ് ഹെഡ്, ശുഭ്മാൻ ഗിൽ, അതുപോലെ തന്നെ ഹെൻറിസ് കളേസൻ, അഭിഷേക് ശർമ്മയ്ക്ക് നല്ലൊരു റെക്കോർഡ്സ് ഉണ്ട്. വൃദ്ധിമാൻ സാഹ, 2 പേരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരാളെ മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അത് തീർച്ചയായിട്ടും നമുക്ക് സായി സുദർശൻ നല്ലൊരു ഓപ്ഷനാണ്. റീസെൻ്റൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബൗളേഴ്സിന് വേണമെങ്കിൽ ബോളറിനെ എടുക്കാം, ബാറ്റിംഗ് വേണമെങ്കിൽ ബാറ്റിംഗ് എടുക്കാം. ഉമറാൻ മാലിക്ക് തീർച്ചയായിട്ടും നാളത്തെ മത്സരം കളിക്കുന്നുള്ള പോസിബിലിറ്റീസ് ഹൈയാണ്. സോ അദ്ദേഹം എന്തായാലും വിക്കറ്റ്സ് എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഹൈയാണ്. അദ്ദേഹം ടീമിൽ ഇറങ്ങുകയാണെങ്കിൽ ഒരു വൈസ് ക്യാപ്റ്റനൊക്കെ ഇട്ട് ഒരു GL ട്രൈ ചെയ്യുക. അതിൽ SL നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ SL നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ട്രാവിസ് ഹെഡും അതുപോലെ തന്നെ ഹെൻറിസ് കളേസിനെയൊക്കെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഈ ഒരു മത്സരം മൂഞ്ചുവെന്ന് ഒരുപാട് പേര് ചോദിക്കും. അൺപ്രഡിക്റ്റബിൾ ആണ്. തീർച്ചയായിട്ടും ഹെൻറിസ് കളേഴ്സും ചിലപ്പോൾ നന്നായി കളിക്കാൻ ചാൻസ് ഉണ്ട്. റീസെൻ്റായിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ബട്ട് എന്നാലും നമുക്കൊരു സേഫ് ഓപ്ഷൻ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ഒംറാസി അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു പ്ലെയറാണ്, ബാറ്റിംഗ് ബോളിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തെ കൊടുക്കാം. വൈസ് ക്യാപ്റ്റൻ വേണമെങ്കിൽ നമുക്ക് കാലേസിനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. സാഹ, കളേസൻ, ട്രാവിസ് ഹെഡ്, അപ്പോൾ നമ്മുടെ അഭിഷേക് ശർമ്മ, ശുഭ്മാൻ ഗിൽ, ആദ്യം മാർക്കം, അതുപോലെ തന്നെ ഒമറാസി, പാറ്റ് കുമിൻസ്, മോഹിത് ശർമ്മ, റാഷിദ് ഖാൻ, ഉമറാൻ മാലിക്, ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം മാത്രം കേട്ടോ. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ലൈൻ ഇപ്പോൾ വന്നതിന് ശേഷം ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോമേ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ നമ്മൾ ആ ഒരു കോൺടസ്റ്റിൻ്റെ ആരും മറക്കണ്ട. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് തന്നെ ഡെയിലി ടീം കിട്ടും, സെറ്റ് ആക്കാം കേട്ടോ. അപ്പം ഗുഡ് ബൈ.